ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിനെ പറ്റി ഡിസ്കസ് ചെയ്തല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് നോർമൽ ഫോം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ടേബിള് അല്ലെങ്കിൽ ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിൽ ആകണമെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രൈമറി കീ, ആ പ്രൈമറി കീയുടെ പാർട്ട് അല്ലാത്ത കോളംസ് പ്രൈമറി കീയുടെ ഏതെങ്കിലും ഒരു പോർഷനുമായിട്ട് നോട് ഡിപ്പെൻഡൻ്റ് ആകരുത് എന്നുള്ള ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, സെക്കൻഡ് നോർമൽ ഫോമിൽ ഒരു റിലേഷൻ ആകണമെങ്കിൽ ആ റിലേഷൻ അല്ലെങ്കിൽ ആ ടേബിള് അത് 1NF ഫോമിലായിരിക്കണം. അതുപോലെ എല്ലാ നോൺ കീ ആട്രിബ്യൂട്ട്സും ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം പ്രൈമറി കീയോട്. പാർഷ്യൽ ഡിപ്പെൻഡൻസീസ്, അപ്പം നമ്മൾ ഫുള്ളി ഡിപ്പെൻഡൻ്റ് അല്ല, അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ ടേബിൾ അല്ലെങ്കിൽ റിലേഷനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ മറ്റൊരു ടേബിളിലേക്ക് കുറച്ച് ആട്രിബ്യൂട്ട്സും വാല്യൂസുമായിട്ട് എഴുതും. അപ്പം ഈ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് അല്ലെങ്കിൽ ഫുള്ളി ഡിപ്പെൻഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ പല പല ടൈപ്സ് ഉണ്ടല്ലേ. അപ്പം ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നോർമലൈസേഷൻസുമായിട്ട് സ്ട്രോങ്ലി റിലേറ്റ് ചെയ്തിട്ടപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പം എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു റിലേഷൻ, ആ റിലേഷൻ്റെ അകത്ത് കുറേ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അത് നമ്മൾ എക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. ഇനി ആ റിലേഷൻ്റെ അകത്ത് മറ്റു കുറച്ച് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അത് നമ്മൾ എ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ, എപ്പോഴാണ്, എവരി കോമ്പിനേഷൻ ഓഫ് എക്സ് ദർ ഈസ് ഓൺലി വൺ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എ. എക്സിന്റെ എല്ലാ കോമ്പിനേഷനിലും അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്ക് ഒരു വാല്യൂവേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ നമുക്കതിന് ഇങ്ങനെ എഴുതാം, എക്സ് ആരോ എ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ വായിക്കുന്നത്, എക്സ് ഡിറ്റർമൈൻസ് എ എന്ന് വായിക്കാം. ഇല്ലെങ്കിൽ എങ്ങനെ പറയാം, എ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ് എന്ന് പറയാം. അപ്പം നമുക്ക് പറയാം ബി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്, അത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട് മറ്റൊരു ആട്രിബ്യൂട്ടുമായിട്ടുള്ള എയിനോട്. എപ്പോഴാണ് ആകുന്നത്, ഇപ്പം രണ്ട് റെക്കോർഡുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്ക് ആ റെക്കോർഡുകൾ സെയിം വാല്യൂ ആണെങ്കിൽ ബിക്ക് ആ റെക്കോർഡിലുള്ള വാല്യൂസും സെയിം ആയിരിക്കണം. അപ്പൊ നമ്മൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ആരോ ബി, എ ഡിറ്റർമൈൻസ് ബി, അല്ലെങ്കിൽ ബി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എ എന്ന് നമുക്കിന്നെ റീഡ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൺസെപ്റ്റ് അത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റിലേഷൻ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ്, എംപ്ലോയി നെയിം, പ്രൊജക്റ്റ്, ഇമെയിൽ അഡ്രസ്സ്. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, എംപ്ലോയി നെയിം ഡിറ്റർമൈൻസ് ഇമെയിൽ അഡ്രസ്സ്. അപ്പം പറഞ്ഞല്ലോ, എന്താ പറഞ്ഞ, രണ്ട് റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ എക്ക് സെയിം വാല്യൂ ആണെങ്കിൽ ആ രണ്ട് റെക്കോർഡ്സിൽ ബിക്കും സെയിം വാല്യൂ ആയിരിക്കണം. അപ്പൊ ഇവിടെ കണ്ടില്ലേ, സോക്സ് ആൻഡ്, ഇപ്പൊ നമുക്ക് ഫസ്റ്റും തേർഡും ടുപ്പിൾസ് ഒന്ന് കൺസിഡർ ചെയ്തേ. ഇവിടെ എംപ്ലോയി നെയിം സോക്സൺ ആകുന്ന കണ്ടീഷനിൽ ഇമെയിൽ അഡ്രസ്സ് soxan@yahoo.com ആയിരിക്കും. രണ്ട് ഫസ്റ്റ് ടുപ്പിളിലും തേർഡ് ടുപ്പിളിലും ഇങ്ങനെ തന്നെയല്ലേ. ഇനിയിപ്പം സെക്കൻഡ് ടുപ്പിളും അതുപോലെ തന്നെ ഫിഫ്ത്ത് ടുപ്പിൾ അല്ലേ, ഫിഫ്ത്ത് ടുപ്പിളും കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടല്ലോ സാവോ റോയ് എന്ന് പറയുന്ന എംപ്ലോയി നെയിം ആണെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് savo@yahoo.com ആയിരിക്കും അല്ലെ. രണ്ട് ടുപ്പിൾസിലും അങ്ങനെയല്ലേ കാണിച്ചത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എംപ്ലോയി നെയിം എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നു ഇമെയിൽ അഡ്രസ്സിന്. ഇപ്പം വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത് റിലേഷൻ്റെ അകത്ത് EMB നം, EMB ഇമെയിൽ, EMB എഫ് നെയിം, EMB എൽ നെയിം എന്ന് പറയുന്ന 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇവിടെ EMB നം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈമറി കീ അല്ലെ. അപ്പൊ നമുക്ക് പറയാം EMB നം എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നു EMB ഇമെയിൽ, EMB എഫ് നെയിം, EMB എൽ നെയിം. അതായത് EMB നം ഉപയോഗിച്ച് നമുക്ക് യുണീക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ, EMB ഇമെയിൽ, EMB എഫ് നെയിം, EMB എൽ നെയിമിന്. ഉദാഹരണത്തിന് നോക്കി പറഞ്ഞ EMB നെയിം 555 ആണെങ്കിൽ
ആ 555 ഉള്ള ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ ഇമെയിൽ ഐ ഡിയും എംപ്ലോയിയുടെ എഫ് നെയിമും ലാസ്റ്റ് നെയിമും ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലേ? നോക്കിയേ, 555 EMB ഇമെയിൽ ali1@abc.com, അലൻ ലീ. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിലെ 3 രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഒന്ന് ഇങ്ങനെ എഴുതാം: EMB നം ആരോ, EMB ഇമെയിൽ, EMB എഫ് നെയിം, EMB എൽ നെയിം. അതായത് EMB നം ഡിറ്റർമൈൻ ചെയ്യുന്നു, EMB ഇമെയിൽ, EMB എഫ് നെയിം, EMB എൽ നെയിം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം: EMB നം, EMB ഇമെയിൽ, EMB എഫ് നെയിം, EMB എൽ നെയിം. ഇങ്ങനെ 3 രീതിയിൽ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ EMB നം ആരോ, EMB ഇമെയിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന് ലെഫ്റ്റ് സൈഡിലുള്ള ഈ EMB നം ഇല്ലേ, ഇതിനെ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് പറയാം EMB നം എന്ന് പറയുന്നത് EMB ഇമെയിലിന്റെ ഡിറ്റർമിനന്റ് ആണെന്ന് പറയാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് 1 ഫോമിൽ ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ റിലേഷനെ 2 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ കണ്ടോ? ഇവിടെ ഈ റിലേഷൻ എന്ന് പറയുന്നത് 1 ഫോമിലാണോ? എന്തൊക്കെയായിരുന്നു 1 ഫോമിലാകാനുള്ള കണ്ടീഷൻസ്? ഈ ആട്രിബ്യൂട്ട് നെയിമുകൾ യുണീക്ക് ആയിരിക്കണം, ആണല്ലോ. റിഫർ നമ്പർ, നെയിം, അഡ്രസ്, സ്റ്റാറ്റസ്, അക്കൗണ്ട് നമ്പർ ഓരോന്നും യുണീക്ക് ആയിട്ടുള്ള നെയിം അല്ലേ, വ്യത്യസ്ത നെയിം അല്ലേ. റിപ്പീറ്റ് ആയിട്ട് വരുന്ന നെയിമുകളൊന്നും ഈ ആട്രിബ്യൂട്ട്സിന് ഇല്ലല്ലോ. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ് അവ സിംഗിൾ അല്ലേ, ആറ്റോമിക് അല്ലേ. അതായത് ഓരോ ടുപ്പിളിലും അതുപോലെ ഓരോ അതിന്റെ സെല്ലിലുള്ള വാല്യൂസ് സിംഗിൾ അല്ലേ? അതെ അല്ലെ. അപ്പം അതിലുള്ള റോസുകളും അത് റിപ്പീറ്റഡ് ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള റോസുകളൊന്നും വന്നില്ലല്ലോ, അല്ല വരുന്നില്ല അല്ലെ. അപ്പോ ഈ റിലേഷൻ എന്ന് പറയുന്നത് 1 ഫോമിലാണ്. ഈ റിലേഷന്റെ അകത്ത് 2 കീസ് ഉണ്ട്, അക്കൗണ്ട് നമ്പരും റിഫ് നമ്പരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഇവിടുത്തെ പ്രൈമറി കീ ആയത്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഈ ആറിഫ് നമ്പും അക്കൗണ്ട് നമ്പറും പ്രൈം കീ ആട്രിബ്യൂട്ട്സ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നെയിം, അഡ്രസ്, സ്റ്റാറ്റസ് ഇത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നോൺ കീ ആട്രിബ്യൂട്ട്സ് എന്ന് നമുക്ക് ഇവയെ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ആർഎഫ് നമ്പും അക്കൗണ്ട് നമ്പറും കൂടി ചേർന്ന് കമ്പൈൻ ചെയ്ത് നമ്മളിവിടെ പ്രൈമറി കീ ക്രിയേറ്റ് ആയത്. നമുക്ക് ഈ രണ്ടിനെയും കൂടെ വേണമെങ്കിൽ ഈ പ്രൈം കീ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കാം. നെയിം, അഡ്രസ്, സ്റ്റാറ്റസ് ഇവയെ അത് പ്രൈമറി കീയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, മീൻസ് അത് പ്രൈമറി കീ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനെ നോൺ കീ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ റിഫ് നമ്പറും അക്കൗണ്ട് നമ്പറും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് യുണീക്കലി ഈ ടുപ്പിൾസിന് ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതായത് ഇപ്പൊ 345 റിഫർ നമ്പറും 12076 അക്കൗണ്ട് നമ്പറുമുള്ള നെയിം, അഡ്രസ്, സ്റ്റാറ്റസ് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാൻ നോക്കി ജസ്റ്റ് നമുക്ക് ടേബിൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. 345 റിഫർ നമ്പറും 12076 അക്കൗണ്ട് നമ്പറും ഉള്ള ആളുടെ നെയിം, അഡ്രസ്, സ്റ്റാറ്റസ് എന്താന്ന് നോക്കി പറഞ്ഞ് എന്താണ്? CJ ഡേറ്റ് 23 ഹൈ സ്ട്രീറ്റ് ബിസിനസ് അല്ലേ. വേറൊരു ക്വസ്റ്റ്യൻ പറയാം. 675 റിഫർ നമ്പറുള്ള 745363 അക്കൗണ്ട് നമ്പറുള്ള വ്യക്തിയുടെ പേരും അഡ്രസ്സും സ്റ്റാറ്റസും എന്താണ്? DRHO 70 ലോ സ്ട്രീറ്റ് ബിസിനസ് അല്ലേ. അപ്പോൾ ഈ റിഫർ നമ്പറും അക്കൗണ്ട് നമ്പറും ഉപയോഗിച്ച് നമ്മൾ യുണീക്കലി ഇവയൊക്കെ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ വേറൊരു കേസ് നോക്കിയാൽ ഉണ്ടല്ലോ, ഈ റിഫർ നമ്പർ ആണല്ലേ 345, ഇത് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാമല്ലോ നെയിം, അഡ്രസ്, സ്റ്റാറ്റസിന്. 345 റിഫർ നമ്പർ ഉള്ള ആളുടെ നെയിമും അഡ്രസ്സും സ്റ്റാറ്റസും എന്താണ്? CJ ഡേറ്റ് 23 ഹൈ സ്ട്രീറ്റ് ബിസിനസ്. അപ്പൊ എന്ത് പറ്റി? ഈ റിഫർ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടെ ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈം കീ ആട്രിബ്യൂട്ട്സ്. അപ്പം അവ ഉപയോഗിച്ച് നമുക്ക് നെയിം, അഡ്രസ്, സ്റ്റാറ്റസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ ഈ പ്രൈം കീ ആട്രിബ്യൂട്ട്സിന്റെ ഒരു പാർട്ട്, അതായത് റിഫർ നമ്പർ എന്ന് പറയുന്ന ആ കീ ആട്രിബ്യൂട്ടിന്റെ പ്രൈം കീ ആട്രിബ്യൂട്ടിന്റെ ഒരു പാർട്ട്, ആ റിഫർ നമ്പർ മാത്രം വെച്ചുകൊണ്ടും നമുക്ക് ഈ നെയിം, അഡ്രസ്, സ്റ്റാറ്റസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ പാർഷ്യലി നമുക്ക് അതിന്റെ ഒരു പാർട്ട് മാത്രം ഉപയോഗിച്ച്, റിഫർ നമ്പർ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് കൊണ്ട് എന്തു പറ്റി? അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നു. ഈ റിഫർ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് ടുപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഈ റിഫർ നമ്പറിനെ മാത്രം ഉപയോഗിച്ച് നമുക്ക് നെയിം, അഡ്രസ്, സ്റ്റാറ്റസിനെ എല്ലാത്തിനെയും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി.
അപ്പോൾ പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നു. ഈ 2NF പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അപ്പോൾ പാർഷ്യൽ ഡിപ്പെൻഡൻസി കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ റിലേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വ്യത്യസ്ത ടേബിൾസ് ആയിട്ട് എഴുതേണ്ടി വരുന്നു. അതവിടെ പറയുന്നത് ഈ റിഫർ നമ്പർ മാത്രം ഉപയോഗിച്ച് നെയിം അഡ്രസ് സ്റ്റാറ്റസിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അക്കൗണ്ട് നമ്പർ റിഫർ നമ്പറും കൂടെ ഒരുമിച്ചുള്ളതാണ് നമ്മുടെ പ്രൈം കീ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പ്രൈമറി കീ എന്ന് പറയുന്ന, അത് ഉപയോഗിച്ച് നമുക്ക് നെയിം അഡ്രസ് സ്റ്റാറ്റസിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രൈം ആട്രിബ്യൂട്ടിന്റെ ഒരു പാർട്ടായിട്ടുള്ള റിഫർ നമ്പർ ഉപയോഗിച്ച് നമ്മൾ നെയിമിനെ അഡ്രസ് സ്റ്റാറ്റസിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടായി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ടേബിളിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതി. എങ്ങനെയാ? റിഫർ നമ്പറും അക്കൗണ്ട് നമ്പറും ഉള്ള ഒരു റിലേഷൻ ഇവിടെ, റിഫർ നമ്പറും നെയിമും അഡ്രസ്സും സ്റ്റാറ്റസും ഉള്ള വേറൊരു റിലേഷൻ ഇവിടെ. കാരണം ഈ റിഫർ നമ്പർ ഉപയോഗിച്ച് നെയിമും അഡ്രസ്സും സ്റ്റാറ്റസിന് നമുക്ക് യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ അക്കൗണ്ട് നമ്പറിനെ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിഫർ നമ്പറിനെ അക്കൗണ്ട് നമ്പറിനെ കൂടെ ഒരുമിച്ച് ഒരു റിലേഷനിലും റിഫർ നമ്പറിന്റെയും നെയിമിനെ അഡ്രസ്സിന്റെയും സ്റ്റാറ്റസിനെയും കൂടെ ഒരുമിച്ച് മറ്റൊരു റിലേഷൻ, രണ്ട് റിലേഷനായിട്ട് നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം അല്ലേ? ഇവിടെ കണ്ടോ, മറ്റൊരു ടേബിളാണ് അല്ലെങ്കിൽ റിലേഷനാണ്. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ്? കോഴ്സ് ഐ ഡി, സെമസ്റ്റർ ഐ ഡി, നം സ്റ്റുഡന്റ്, കോഴ്സ് നെയിം. കണ്ടോ, ഇത് 1ന്റെ ഫോമിലാണല്ലോ അല്ലേ? ഓരോ റോസും യുണീക്ക് അല്ലെങ്കിൽ ടുപ്പിൾസും യുണീക്ക് ആണ്. പിന്നെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ് ആറ്റോമിക് ആണ്. ആട്രിബ്യൂട്ടിന്റെ നെയിം യുണീക്ക് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൈമറി കീ ആരൊക്കെയാണ്? കോഴ്സ് ഐ ഡി, സെമസ്റ്റർ ഐ ഡി കൂടെ ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ പ്രൈമറി കീ എന്ന് പറയുന്നത് അല്ലേ? പ്രൈം കീ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? കോഴ്സ് ഐ ഡിയും സെമസ്റ്റർ ഐ ഡിയും. നമ്മുടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്? നം സ്റ്റുഡന്റും കോഴ്സ് നെയിമും അല്ലേ? അപ്പൊ ഈ IT 101 കോഴ്സ് ഐ ഡിയും 201 301 സെമസ്റ്റർ ഐ ഡി ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണവും കോഴ്സ് നെയിമും ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാമല്ലോ. സ്റ്റുഡന്റ് നമ്പർ 25ഉം കോഴ്സ് നെയിം ഡേറ്റാബേസും ആണെന്ന്. അങ്ങനെ നമുക്ക് ഈ നം സ്റ്റുഡന്റും കോഴ്സ് നെയിമും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ കോഴ്സ് ഐ ഡി കൊണ്ട് കോഴ്സ് നെയിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. IT 101 കോഴ്സ് ഐ ഡി ആയിട്ടുള്ള കോഴ്സ് നെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡേറ്റാബേസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. IT 102 ഉള്ള കോഴ്സ് ഐ ഡി ഉള്ളതിന്റെ കോഴ്സ് നെയിം ഏതാണെന്ന് വെച്ചാൽ വെബ് പ്രോഗ്രാം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ്? അതായത് നമ്മുടെ പ്രൈമറി കീയുടെ ഒരു പാർട്ട് ആയിട്ടുള്ള കോഴ്സ് ഐ ഡി മാത്രം ഉപയോഗിച്ച് മറ്റൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ പറ്റി. കോഴ്സ് നെയിം എന്ന് പറയുന്നത് കോഴ്സ് ഐ ഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ പ്രൈമറി കീ അല്ല, ഹോൾ പ്രൈമറി കീയുടെ ഒരു പാർട്ട് മാത്രമാണ് അല്ലേ? അപ്പോൾ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടായി. അപ്പോൾ ഈ കോഴ്സ് ഐ ഡിയും കോഴ്സ് നെയിമും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കോഴ്സ് ഐ ഡിനെയും കോഴ്സ് നെയിമിനെയും കൊണ്ട് ഒരു റിലേഷനിൽ എഴുതും. സെമസ്റ്റർ ഐ ഡി, നം സ്റ്റുഡന്റ്, കോഴ്സ് ഐ ഡി ഇവ എല്ലാത്തിനെയും കൂടെ വേറൊരു റിലേഷനിൽ എഴുതി. കണ്ടോ, കോഴ്സ് ഐ ഡി, സെമസ്റ്റർ ഐ ഡി, നം സ്റ്റുഡന്റ്, കോഴ്സ് ഐ ഡി, കോഴ്സ് നെയിം വേറൊരു റിലേഷൻ. അങ്ങനെ രണ്ട് റിലേഷനായിട്ട് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് ഈ IT 1 റിപ്പീറ്റഡ് വന്നില്ലേ? അപ്പോൾ അത് ആറ്റോമിക്കായിട്ട് നമ്മുടെ ടുപ്പിൾസ് അത് യുണീക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ മാറ്റി സിംഗിളായിട്ട് എഴുതിയതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ 1NF ഈ നമ്മുടെ റിലേഷൻ ഇപ്പോൾ 2NF. അപ്പോൾ നമ്മൾ 2NF ആക്കാൻ വേണ്ടി ഈ റിലേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, രണ്ട് റിലേഷനാക്കി. കോഴ്സ് ഐ ഡി, സെമസ്റ്റർ ഐ ഡി, നം സ്റ്റുഡന്റും ആട്രിബ്യൂട്ടുള്ള ഒരു റിലേഷൻ, കോഴ്സ് ഐ ഡിയും കോഴ്സ് നെയിമും ഉള്ള മറ്റൊരു റിലേഷൻ. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ഇതാണ് 2NF ഫോം. അപ്പോൾ 2NF ഫോമിൻ്റെ കണ്ടീഷൻ എന്താണ്? ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയെ പറ്റി നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തു. 2NFനെ നമ്മൾ 1NF ഫോമിൽ നിന്നും 2NF ഫോമിലാക്കുന്ന ഒരു രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ 2NF ഫോമിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.